പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ പി ജയരാജൻ ജയിലിലെത്തി കണ്ടതിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും മുൻ MLA ആയ കെ കുഞ്ഞിരാമനും പീതാംബരന്റെ വീട്ടിലെത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടി തള്ളിപ്പറഞ്ഞവരെ ഉൾപ്പെടെയുള്ളവരെയാണ് ജയരാജൻ സന്ദർശിച്ചിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, മുൻ MLAയും ഇടതുമുന്നണി ജില്ലാ കൺവീനറുമായ KP സതീഷ് ചന്ദ്രൻ, ഉദുമ MLAയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ CH കുഞ്ഞമ്പു, തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ, MLA കെ കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ, CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹൻ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും CPM ജില്ലാ സെക്രട്ടറി അംഗവുമായ M സുമതി, CPM പെരിയ ലോക്കൽ മുൻ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവരാണ് വീട്ടിലെത്തിയത്. കുറ്റക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കാനാണ് ജയിൽ മാറ്റമെന്ന് ശരത് ലാലിന്റെ പിതാവായ സത്യനാരായൺ ആരോപിച്ചിരുന്നു. പ്രതികളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിച്ചത് കൂടെയുണ്ടെന്ന സന്ദേശം കൈമാറാനാണെന്നും ജില്ലാ സെക്രട്ടറി MLA മാർ തുടങ്ങിയ ഉത്തരവാദിത്തപ്പെട്ടവരാണ് പ്രതികളുടെ വീട് സന്ദർശിച്ചതെന്നും ഇനിയും കൊലപാതകം നടത്താനുള്ള ധൈര്യം പകരുകയാണ് ലക്ഷ്യമെന്നും സത്യനാരായണൻ പറയുകയുണ്ടായി. അതേസമയം പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ നിരപരാധികളും ഉണ്ടെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ പറഞ്ഞിരുന്നു. കുഞ്ഞിരാമനെ പോലെയുള്ളവർ നിരപരാധികളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞിരാമനെ ബോധപൂർവം കേസിൽപ്പെടുത്തിയതാണ്. ജയിൽ ഉപദേശക സമിതി അംഗത്തിന് എപ്പോഴും ജയിലിൽ പോയി സന്ദർശനം നടത്താമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജയിലിലെത്തി P ജയരാജൻ പ്രതികളെ കണ്ടതിലായിരുന്നു EP-യുടെ പ്രതികരണം. എന്നാൽ കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ P ജയരാജന്റെ പങ്ക് തെളിഞ്ഞെന്ന് K മുരളീധരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. P ജയരാജന്റെ ജയിൽ സന്ദർശനം ചട്ടലംഘനമാണ്. CPM ആണെങ്കിൽ എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കല്യോട്ടെ സ്മൃതി മണ്ഡപം സന്ദർശിച്ചതിന് ശേഷമായിരുന്നു ഈ ഒരു പ്രതികരണം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ CPM സംസ്ഥാന സമിതി അംഗമായ P ജയരാജൻ സന്ദർശിച്ച് വലിയ രീതിയിൽ തന്നെ വിവാദമായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച 5 പ്രതികളെയാണ് ജയരാജൻ നേരിട്ടെത്തി കണ്ടിരിക്കുന്നത്. പ്രതികളെ സന്ദർശിച്ചുവെന്നും കേരള മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാം എന്ന തന്റെ പുസ്തകം അവർക്ക് കൈമാറിയെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ജയരാജന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് ഉദുമ മുൻ MLA ആയ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെ അഭിവാദ്യം ചെയ്തത്. ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിലാണ് ഇവിടെ എത്തിയതെന്നായിരുന്നു ജയരാജന്റെ വിശദീകരണം. KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ എന്നിവർ ഉൾപ്പെടെ 5 സഖാക്കളെ ജയിലിനുള്ളിൽ കണ്ടതായാണ് ജയരാജൻ അറിയിച്ചത്. തടവറകൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞു വെച്ചതാണ്. തടവറ കാട്ടി പേടിപ്പിക്കാമെന്ന് ആരും കരുതണ്ട. അത്തരം ശ്രമം വിജയിക്കില്ലെന്നും P ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാം അവസാനിപ്പിക്കാനാണ് CPM-ഉം ആഗ്രഹിക്കുന്നത്. എങ്കിലും ആഗ്രഹത്തിനുപരിയായി ഒട്ടേറെ ആക്രമണ സംഭവങ്ങൾ സമൂഹത്തിൽ നടന്നുവെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. TP വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ വിഷയവും ജയരാജൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധ ജ്വരമാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കൊടിസുനിക്ക് പരോൾ കിട്ടിയപ്പോൾ മാധ്യമങ്ങൾ വിമർശിച്ചു എന്നായിരുന്നു ജയരാജന്റെ ആക്ഷേപം. പെരിയ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ താനില്ലെന്നും ജയരാജൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയുണ്ടായി. അതേസമയം CPM നേതാവ് P ജയരാജൻ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളെ കണ്ടതിൽ ഒരു തെറ്റുമില്ലെന്ന് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ വ്യക്തമാക്കി. P ജയരാജൻ ജയിൽ ഉപദേശക സമിതി അംഗമാണ്. ജയിലിൽ തടവുകാരെ പോയി കണ്ടില്ലെങ്കിലാണ് തെറ്റെന്നും MV ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. സെഷൻസ് ജഡ്ജി കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരുടെ പ്രശ്നങ്ങൾ അറിയാൻ പോകുന്നുണ്ട്. സെഷൻസ് ജഡ്ജിയാണ് ജയിൽ ഉപദേശക സമിതി ചെയർമാൻ. ജയിൽ ഉപദേശക സമിതി അംഗം ജയിലിൽ പോകുന്നതിൽ പുതുമയൊന്നുമില്ല. ജയിലിൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. റിമാൻഡ് തടവുകാരെയും ശിക്ഷിക്കപ്പെടുന്നവരെയും കാണാൻ ഞങ്ങളൊക്കെ പോകാറുണ്ട്. ജയിൽ ഉപദേശക സമിതി അംഗമായിട്ടും P ജയരാജൻ ജയിലിൽ പോയിട്ടില്ല എങ്കിലാണ് തെറ്റെന്നും MV ജയരാജൻ വ്യക്തമാക്കി.